Hi everyone, welcome back to English Ladder. Today, I am Shruti Rachel Danesh with you. English is a tricky language. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാനിത് പറയാൻ there is a reason. Some words in English, they have similar pronunciation but different meaning. കോണ്ടെക്സ്റ്റിലും ഡിഫറൻസ് ഉണ്ടാവും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I എന്ന് പറയുന്ന വേർഡ് സബ്ജക്റ്റ് I ഉണ്ടല്ലേ, ഞാൻ എന്ന് പറയുന്ന I am Shruti Rachel Danesh എന്ന I ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഐസ്, കണ്ണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും I എന്ന് പറയുന്ന കണ്ണ്. ഇങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഇങ്ങനത്തെ വേർഡ്സിനെ നമ്മൾ കോമൺ ആയിട്ട് ഹോമോഫോൺ എന്നാണ് വിളിക്കുന്നത്. ഹോമോഫോൺ എന്ന് പറയുമ്പോൾ തന്നെ ഫോൺ എന്നാൽ സൗണ്ട് ആണ് അല്ലേ, സിമിലർ സൗണ്ട് ആണ്, എന്നാൽ മീനിങ്ങും നമ്മൾ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റും ഡിഫറെൻ്റ് ആണ്. ടുഡേ ഐ എം ഹിയർ വിത്ത് ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് പ്രൊനൗൺസിയേഷൻ സീരീസ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ഇന്ന് നിങ്ങളോട് 5 സെറ്റ് ഓഫ് വേർഡ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുള്ള, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ഫോർട്ട്. FOUGHT, ഫോർട്ട് ഉണ്ട് അല്ലേ. പാസ്റ്റ് ടെൻസ് ഓഫ് ഫൈറ്റ്. ഐ ഫോർട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ അടി പിടിച്ചു, വഴക്കിട്ടു എന്നുള്ള ഫോർട്ട് ഉണ്ട്. FORTയും ഫോർട്ട് തന്നെയാണ് സൗണ്ട് ചെയ്യുന്നത്. ആ ഫോർട്ട് ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെഡ് ഫോർട്ട്, ചെങ്കോട്ട എന്ന് പറയുന്നത് അത് ഫോർട്ടാണ്. കോട്ട എന്ന് പറയുന്ന മീനിങ്ങിലുള്ള ഫോർട്ടും. ഇത് രണ്ടിൻ്റെയും പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, ഫോർട്ട്. My second word is groan. GROWN, groan, and GROAN, groan. GROWN, groan നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു വേർഡാണ്. നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. നമ്മൾ ഗ്രോൺ അപ്പ് എന്ന് പറയാറുണ്ട് അല്ലേ, വളർന്നു എന്ന് പറയുന്ന ഗ്രോൺ. GROAN അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു വേർഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ആ ഗ്രോണിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീപ്പ് സൗണ്ട് ആണ്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞരങ്ങുക, മുരളുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. നമുക്ക് സന്തോഷം വരുമ്പം, നമ്മൾ അപ്സെറ്റ് ആകുമ്പോൾ ഒക്കെ നമ്മൾ ചെയ്യുന്ന, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സൗണ്ടിനെയാണ് ഗ്രോൺ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഗ്രോൺ, GROWN and GROAN, groan. My third word is which. Which എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരുന്ന which എന്ന് പറയുന്നത് ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. which, ഏതാണ്, അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഏതാണ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കാർ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഇല്ലേ. ആ ഒരു വിച്ച് ഉണ്ട്, ഒരു ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ. പക്ഷെ ഇതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാതെ എന്നാൽ സൗണ്ടിൽ സിമിലർ ആയിട്ടുള്ളൊരു വേർഡ് ഉണ്ട്. ഏതാണെന്നറിയോ? WITCH, വിച്ച്. അതായത് എ വുമൺ വിത്ത് മാജിക്കൽ പവേഴ്സ് എന്ന് നമ്മൾ പറയും. നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മന്ത്രവാദിനി എന്ന് പറയുന്ന വേർഡ്. വിച്ച് പവർ ഉപയോഗിച്ച് നമ്മൾ ഓരോന്നൊക്കെ ചെയ്തു എന്നൊക്കെ പറയത്തില്ലേ, മന്ത്രവാദിനി, നമ്മൾ ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന വേർഡാണ് വിച്ച് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഈ വിച്ച്, WHICH വിച്ച് ആൻഡ് WITCH വിച്ച് ഹാവ് നോ കണക്ഷൻ ഇൻ ടേംസ് ഓഫ് മീനിങ് ഓർ ഇൻ ദ കോണ്ടെക്സ്റ്റ്, ബട്ട് അതിൻ്റെ രണ്ടിൻ്റെയും സൗണ്ട് സിമിലർ ആണ്, വിച്ച്. മൈ ഫിഫ്ത്ത് വേർഡ് ഈസ് റൈറ്റ്. ദാറ്റ് ഈസ് എ റൈറ്റ് ഡിസിഷൻ. നമ്മൾ എപ്പോഴും പറയാറുള്ള വേർഡ് അല്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ തീരുമാനം. നിങ്ങൾ എടുത്തിരിക്കുന്ന വളരെ ശരിയായ തീരുമാനമാണ് റൈറ്റ്, കറക്റ്റ് അല്ലെങ്കിൽ ട്രൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ മറ്റൊരു റൈറ്റ് കൂടെ ഉണ്ട്. ഐ റൈറ്റ് എ ലെറ്റർ ടു ദാറ്റ് പേഴ്സൺ എന്നുള്ള റൈറ്റ് ഇല്ലേ. റൈറ്റ് നമ്മൾ എഴുതുക എന്ന് പറയുന്ന റൈറ്റ്. സ്പെല്ലിംഗ് വൈസ് നോക്കുവാണെങ്കിൽ യാതൊരു കണക്ഷനുമില്ല. RIGHT ആൻഡ് WRITE. ബട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും സിമിലർ സൗണ്ട്സ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും വേർഡ്സിനെ നമ്മൾ ഹോമോഫോൺ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് എല്ലാത്തിനെയും സൗണ്ട് സിമിലർ ആയിരിക്കും, ബട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റും മീനിങ്ങും എല്ലാം ഡിഫറൻസ് ആയിരിക്കും. നമുക്ക് ഒരിക്കലും ഒരു റിലേഷനും ഇല്ലാത്ത വേർഡ്സ് ആണ് അല്ലേ. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. മറ്റൊരു എപ്പിസോഡുമായി ഇംഗ്ലീഷ് ലാഡർ നിങ്ങൾക്കൊപ്പം വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ, ശ്രുതി. ടേക്ക് കെയർ.